നമസ്കാരം. ഞാൻ നമ്മുടെ കാറ് റെനോ ട്രൈബർ സർവീസിന് കൊടുക്കാൻ, സർവീസല്ല, ഒരു റിപ്പയറിന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ സെക്കൻഡ് റോയിലെ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ തേർഡ് റോയിലേക്ക് പോകുന്നത്. ആ സീറ്റിൻ്റെ ആ ഒരു മെക്കാനിസത്തിന് എന്തോ പറ്റി. അതിപ്പോൾ നമുക്ക് എന്താ പറയുക, തിരിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് സീറ്റ് അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം അത് എന്താണ് പറ്റിയെന്ന് അറിയില്ല. ഇനി അതിന് മെക്കാനിസം മാറ്റേണ്ട വരുമോ, അത് ഇനി കാശ് എത്രയാവുമെന്നൊന്നും ഒരു നിശ്ചയമില്ല. എക്സ്ട്രാ വാറണ്ടി പീരീഡിലാണ് വണ്ടി. ഇനി വാറണ്ടിയിൽ തന്നെ അത് നന്നാക്കി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു ചെറിയൊരു യാത്ര പോകാനുണ്ട് ഗുരുവായൂർ വരെ. അപ്പോൾ അതിന് വേണ്ടിയാണ്, അതിനു മുമ്പ് തന്നെ ഇത് റിപ്പയർ ചെയ്ത് കിട്ടിയാൽ നല്ലത്. 9 മണിക്കാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരുന്നത് സർവീസിൻ്റെ. ഇപ്പോൾ 9:50 ഇറങ്ങിയപ്പോൾ വൈകി. പിന്നെ വേറൊരു ഇഷ്യൂവും കൂടി ഉണ്ട് വണ്ടിക്ക്. അത് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഒരു ചെറിയൊരു വിസിലിംഗ് സൗണ്ട്. ഞാൻ പലപ്പോഴും മുന്നത്തെ സർവീസിനൊക്കെ ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അവർ ഓടിക്കുമ്പോൾ വന്നില്ല. അത് ഇന്ന് പറ്റുമെങ്കിൽ ഞാൻ തന്നെ ഓടിച്ചൊന്ന് കാണിച്ചു കൊടുക്കണം. നേരാണ് അത് എന്താണെന്നും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാതെ അരോചകമാണത്, ആ സൗണ്ട് കേൾക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും നോയ്സ് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ്. അത് എപ്പോഴും ഉണ്ടാവണല്ലോ കേട്ടോ. കുറച്ച് ലോങ് സ്ട്രെയിറ്റ് റോഡ് അല്ലെങ്കിൽ ഗിയറൊന്നും അധികം ചേഞ്ച് ചെയ്യാതെ ഓടിച്ച് പോകുമ്പോൾ ആക്സിലേറ്റർ നമ്മൾ കാലെടുക്കുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെയാണ് ആ ഒരു വിസ്ലിംഗ് പോലെ തോന്നിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത്. ഒരിക്കലും ഒരു സർവീസ് അഡ്വൈസറിൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ സൈലൻസറിൻ്റെ അവിടെ എന്തോ സ്പ്രിങ്ങോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതൊന്ന് റിപ്പയർ ചെയ്യുമായിരിക്കുമെന്ന്. പക്ഷെ അതത് ചെയ്തിട്ടില്ല. മരടിലാണ് നമ്മുടെ സർവീസ് സ്റ്റേഷൻ. വീടിനോട് ഏറ്റവും അടുത്തുള്ള മരടാണ്. പിന്നെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ട് പോകണം. വണ്ടി എടുത്തതും ഈ മരട് റെനോയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇവിടം വരെ എത്തുക എന്നുള്ളതാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. ഈ ബ്ലോക്കിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ടേ അത്യാവശ്യം പീക്ക് ടൈമാണ്, 9 മണി to 10 മണി വരെ. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ശരിക്കും. എക്സെപ്റ്റ് ആ ഒരു 2 ഇഷ്യൂസ്, ഇപ്പോൾ പുതിയതായിട്ടുണ്ടായ ഇഷ്യൂവും ആ ഒരു കാറിൻ്റെ നോയ്സും ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു. വണ്ടിയെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മൈലേജ് കിട്ടുന്നില്ല, അതൊരു പ്രശ്നമാണ്. 20 കമ്പനി പറയുന്നത്, പക്ഷെ എനിക്ക് 15 കഷ്ടി കിട്ടിയിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളുടെയൊക്കെ പ്രശ്നമാണ്. നമുക്ക് കയറ്റിറക്കങ്ങളും അതുപോലെ ഗട്ടറും ഒക്കെ ലോങ് ഓടിക്കുമ്പോൾ ഒരു 18-19 കിട്ടാൻ സാധ്യതയുണ്ട്. പവറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമുക്ക് 1 ലിറ്റർ എഞ്ചിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണല്ലോ നമ്മൾ ഈ റെനോ ട്രൈബർ വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ പവറിനെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ആകർഷിച്ചത് ഇത് ഒരു 7 സീറ്റർ ആണല്ലോ എന്നാണ്. അധികം യാത്രയൊന്നും ചെയ്യേണ്ടാത്തവർ ഒരു ഫാമിലി കാർ, വലിയൊരു ഫാമിലി കാർ വേണമെങ്കിൽ ഇത് വളരെ സ്യൂട്ടബിളാണ്, പെർഫെക്റ്റ് ആണ്. ഞാനാണെങ്കിൽ ഭയങ്കര സ്പീഡിലൊന്നും ഓടിക്കുന്ന ആളല്ല. ഒരു 60-70 അതൊക്കെയാണ് എൻ്റെ സ്പീഡ്. അതിപ്പോൾ ലോങ് ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് പിന്നെ ആ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ 3 ലെഫ്റ്റ് ആണല്ലോ. ഈ ഫ്ലൈ ഓവർ വന്നാൽ പിന്നെ കുറച്ചൊരു ആശ്വാസമുണ്ട്. നേരത്തെ ഇതൊന്നും ആയിരുന്നില്ല ബ്ലോക്ക്. ഇത്രയും തിരക്കുള്ള റോഡിൽ ഒരാൾ വട്ടം വളയ്ക്കുന്നു, കഷ്ടമാണ്. അതെ, കുണ്ടന്നൂർ ജംഗ്ഷനായി. ഇനി അതൊന്നുമില്ല. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെനോ മരട്, TVS റെനോ. നല്ല യമണ്ടം കൊടിയാണല്ലോ റോഡിൽ. അതൊന്നും ആരും നന്നാക്കാനുള്ളൊരു ഇതുവരെ ചെയ്തല്ലോ. ഈ കാണിക്കുന്ന ഈ ചെറിയൊരു കുഴി, ഇതൊക്കെ സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുള്ളതെന്ന് അറിയാം. വെള്ളം തുഴഞ്ഞു പോണാലും ഉണ്ട്. എൻ്റെ ദൈവം, അങ്ങനെയുള്ള റോഡുകൾ. ചില റോഡ് നന്നാക്കും, ചില റോഡ് നന്നാക്കില്ല.
ഈ മോശം റോട്ടിൽ കൂടെ നമുക്ക് പറന്നു പോകാനൊന്നും പറ്റില്ലല്ലോ. നന്നാക്കുമ്പോൾ എല്ലാ റോഡുകളും ഒരേപോലെ നന്നാക്കണ്ടേ. നമുക്കിവിടുന്ന് യു ടേൺ എടുക്കണം ലെഫ്റ്റിലേക്ക്. നിങ്ങൾ കണ്ടില്ലായിരുന്നു, വരുന്ന വഴിക്കാണ് നമ്മുടെ റെനോ TVS റെനോ. ഇതിൻ്റെ സർവീസ് റോഡിൽ കൂടെ കയറി പോകണം. റെനോ എത്തിയിരിക്കുന്നു. എൻ്റെ അമ്മേ, വിചാരിച്ച കാര്യം നടന്നില്ല. സീറ്റ് ഇപ്പം റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ പാർട്സ് ഓർഡർ ചെയ്ത് വന്നിട്ട് വേണം. ഏകദേശം 2 വീക്സ് എടുക്കുമെന്നാണ് പറയണത്. അവർ വിളിച്ചു പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, സീറ്റ് ഫോൾഡ് ആവുന്നില്ല എന്നുള്ളൂ. റിയർ സീറ്റിലേക്ക്, തേർഡ് റോ സീറ്റിലേക്ക് ആരും അധികം ഇരിക്കുന്നില്ലല്ലോ. പിള്ളേരാണ് അങ്ങനെ ഇരിക്കാറ്. കയറാൻ വേറെ വഴിയില്ല. റൈറ്റ് സൈഡിലെ സീറ്റ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്താൽ കയറാനുള്ള വഴിയായി. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും തിരിച്ചു വരികയല്ലേ. അപ്പോൾ അമ്മയും ചിഞ്ചും പിള്ളേരും സ്പോൺസർ വന്നിട്ടുണ്ടല്ലോ, അവരെ വിളിച്ചും തിരിച്ചു പോകാം. ഇന്നിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ഒന്ന് കയറായിരുന്നു. ആക്ഷൻ ക്യാമറ ഉണ്ടല്ലോ, S6 ലെജൻഡ്, അത് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ കാറിൻ്റെ USB പോർട്ടിലേക്ക് അത് കണക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു USB ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. എന്നാൽ നമുക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. എന്താണ്, എന്തെങ്കിലും സെറ്റിങ്സിൻ്റെ ഇതാണോ, നമ്മളെന്തെങ്കിലും സെറ്റിങ്സ് മാറ്റണോ എന്നറിയില്ല. അമ്മയും ചിഞ്ചുമൊക്കെ എന്തോ ഡ്രസ്സ് എടുക്കാൻ എന്തോ ആണ് കയറിയത് ചാരുത സിൽസിൽ. ഇനി അത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. നമ്മളപ്പോൾ എവിടെ പോയി പാർക്ക് ചെയ്യാൻ വരെ സ്ഥലമില്ലാത്ത പോണത്രയിലെ ആ ഒരു പേം പാർക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റാച്യൂടെ അപ്പുറം ലായം റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഹിസാനസിൻ്റെ അടുത്തുള്ള അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. മുന്നിൽ കാണുന്നതാണ് RLV കോളേജ്, ചരിത്രപ്രസിദ്ധമായ RLV കോളേജ്. എത്ര മഹാന്മാര് പഠിച്ചിറങ്ങിയിട്ടുള്ളതെന്നറിയാം. പക്ഷെ തൃപ്പൂണിത്തുറയ്ക്ക് മാത്രം വലിയ പുരോഗതി ഇല്ല. ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ തൃപ്പൂണിത്തുറ പഴയ തൃപ്പൂണിത്തുറ തന്നെ. നല്ല വെയിലാണ്. സമയം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല. ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കുണ്ടല്ലോ. അയ്യോ, ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ ചാരുന്നൂടെ ഫ്രണ്ടിൽ ഇട്ടാൻ മതിയായിരുന്നു. എന്താ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ട് മിന്ത്ര പോലെ എഴുതിയിരിക്കണം, മന്ത്ര ഫാഷൻ. ബാക്കില് പ്രൈവറ്റ് ബസ്സുകാരൻ ഫോൺ അടിക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി പോയി അവിടെ പാർക്ക് ചെയ്യാം.
ബ്ലാക്ക് കളർ അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ? അങ്ങനെ ഇപ്പോൾ തിരിച്ച് ചൂണ്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം 2 ആഴ്ച കഴിഞ്ഞാലേ വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടുള്ളൂ. ലൈക്ക് പാർട്സ് 2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി. അപ്പം യാത്ര ചിലപ്പോൾ XUV-യിലാക്കാൻ സാധ്യതയുണ്ട് ഗുരുവായൂർക്കേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.